ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലൈന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇക്വേഷനൊക്കെയാണ് വരണത് എന്നുണ്ടെങ്കിൽ അവിടെ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. കാരണം എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന പ്ലെയിനിലാണ് പറയണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നത് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ അല്ലെങ്കിൽ യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ലൈനോ ഒരു കർവോ അവിടെ കിട്ടുകയാണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ഡിഫറൻഷ്യബിൾ ഇൻ ദാറ്റ് കർവ്. അപ്പോൾ ആ ഫങ്ഷൻ അനലിറ്റിക് അല്ല എന്ന് പറയാം. അതല്ലാണ്ട് ഒരു സിംഗിൾ പോയിന്റിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മതിയാവും. ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് ചിലപ്പോൾ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ വരും, അല്ലെങ്കിൽ യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇ എസ്. അങ്ങനെയൊക്കെ കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടെന്നും പറയാം, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഉണ്ട്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നും ദെർഫോർ ഫംഗ്ഷൻ അനലിറ്റിക് എവ്രിവെയർ ആണെന്നുള്ളതും പറയാൻ പറ്റും. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾക്ക് ടോട്ടൽ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ യു എക്സ് ഈക്വൽ ടു വി വൈ ഒക്കെ ആയിട്ട് വരാൻ ഒരു ലൈന് വന്നു കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനായിട്ടേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് യു വൈ ഇസ് ഈക്വൽ ടു വി എക്സ് വരാൻ വേണ്ടിയിട്ട് വൈ ഈസ് ഈക്വൽ ടു 2x അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഇൻ വൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എഴുതുക ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ, എഫ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ ഇൻ ദാറ്റ് ലൈൻ അല്ലെങ്കിൽ ഇൻ ദാറ്റ് കർവ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ള ആ കണ്ടീഷൻ എഴുതുക. ആൻഡ് ദെർഫോർ എഫ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് എഴുതുക. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഒരൊറ്റ പോയിന്റ് മാത്രമാണ് അത് ഈക്വൽ ആവാൻ വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കിട്ടുന്നത് എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് അനലിറ്റിക് എവ്രിവെയർ എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പോൾ നോക്കുക, ഈ എഫ് ഓഫ് സെറ്റ് അടുത്ത കണ്ടീഷൻ കണ്ടോ? എക്സാമ്പിൾ 3ൽ നിങ്ങൾക്ക് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈയും യു വൈ ഇസ് ഈക്വൽ ടു വി എക്സും ഡയറക്റ്റ് മൈനസ് വി എക്സും ഡയറക്റ്റ്ലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായി? ദാറ്റ് ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് എവ്രിവെയർ എന്ന് പറഞ്ഞ് കിട്ടി. പക്ഷേ എല്ലാവരുടെയും വരുമോ ഫംഗ്ഷൻ? എല്ലാവരുടെയും ഡിഫറൻഷ്യബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ഈക്വലാണ്. പക്ഷെ ഇവിടെ നോക്കുക, ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. ഡിനോമിനേറ്റർ 0 ആയിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ 0 വരുന്നതാണ്. അപ്പോൾ എക്സും വൈയും 0 ആവണം. കാരണം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, വൈ സ്ക്വയർ പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ രണ്ടിൻ്റെയും സമ്മ് 0 വരണമെങ്കിൽ എക്സും 0 ആവണം, വൈയും 0 ആവണം. ദാറ്റ് ഈസ് സെറ്റ് ഇസ് ഈക്വൽ ടു 0യിൽ മാത്രം നമുക്ക് ഈ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട്. ദെർഫോർ അപ്പോൾ എന്ത് വന്നു? ഒറ്റ സിംഗിൾ പോയിന്റ് ആയിട്ട് കിട്ടി. മനസ്സിലായോ? ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒറ്റ പോയിന്റ് കിട്ടി. അപ്പോൾ ആ ഒരു പോയിന്റിൽ മാത്രം ദിസ് ഫംഗ്ഷൻ അനലിറ്റിക് അല്ല, പക്ഷെ ബാക്കി എല്ലാവരുടെയും ദിസ് ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് എന്നുള്ളത് പറയാം. ഓക്കെ, ഇനി ഹാർമോണിക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വിച്ച് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻ. ദാറ്റ് മീൻസ് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷനെയും റിയൽ വാല്യൂഡ് ഫംഗ്ഷനെയും ഹാർമോണിക് ആണെന്ന് പറയാം. കോംപ്ലക്സ് അല്ല, അത് ശ്രദ്ധിക്കുക. റിയൽ വാല്യൂഡ് ആണ്. അപ്പോൾ ഒരിക്കലും എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോം ആ ഫംഗ്ഷന് ഉണ്ടാവില്ല. റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹാർമോണിക് ആണെന്ന് പറയാം. ഇതൊന്നും വേണ്ട, തിയറൊന്നും വേണ്ട, ഹാർമോണിക്കിൻ്റെ ഡെഫിനിഷൻ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വേണ്ടത്? ലാപ്ലാസ് ഇക്വേഷൻ ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ലാപ്ലാസ് ഇക്വേഷൻ പറഞ്ഞാൽ ഓൾറെഡി അറിയാലോ. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ് ലാപ്ലാസ് ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇല്ലേ ലാപ്ലാസ് ഇക്വേഷൻ? നിങ്ങൾ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്നുള്ളത് പറയാം. ഇനി എന്താണ് ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണെന്ന് നോക്കണം. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ വാല്യൂ
ആണ്. അപ്പോൾ അതിനൊരു ഹാർമോണിക് കോൺജുഗേറ്റ് ഉണ്ടാവും. ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ കിട്ടിയാൽ ആ ഇമാജിനറി പാർട്ട് വിനെ നമുക്ക് യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ യു തന്നിട്ട് വി കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈയും യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സുമായിട്ട് വരുന്ന ഒരു വി കണ്ടുപിടിക്കണം. ആ വിനെയാണ് നമ്മൾ യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ അഥവാ വന്നു കഴിഞ്ഞാൽ ഇത് പാർട്ട് സിയിലാണ് വരാൻ ചാൻസ്. എസ് എ ക്വസ്റ്റ്യൻ അല്ല, പാർട്ട് സിയിൽ വരാനാണ് ചാൻസ്. ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷെ അഥവാ വന്നാൽ സി പാർട്ടിലേ വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ യു എക്സും യു വൈയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കാരണം യു നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറയുക. ഓക്കെ, ഫോർത്ത് എക്സാമ്പിൾ നോക്കുക. ആദ്യം വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യു എന്ന് പറയുന്നത് ഹാർമോണിക് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഹാർമോണിക് ആണെന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾ യു എക്സ് കണ്ടുപിടിക്കണം, യു എക്സ് എക്സ് കണ്ടുപിടിക്കണം, യു വൈ കണ്ടുപിടിക്കണം, യു വൈ വൈ കണ്ടുപിടിക്കണം. എന്നിട്ട് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഹാർമോണിക് കോൺജുഗേറ്റ് നോക്കിയാൽ മതി. ഫംഗ്ഷൻ ഹാർമോണിക് അല്ലെങ്കിൽ അവിടെ ഹാർമോണിക് കോൺജുഗേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ യു എക്സും യു വൈയും യു എക്സ് എക്സും യു വൈ വൈ ഒക്കെ ചെയ്തു. യു എക്സ് എക്സ് 6x യു വൈ വൈ മൈനസ് 6x ആണ്. സം എടുത്തു കഴിഞ്ഞാൽ 0 വന്നു. അപ്പോൾ അതെന്താണ്? ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഹാർമോണിക് ആണെന്ന് പറയാം. ഇനി നിങ്ങളോട് അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ വരുന്ന മാതിരി ഒരു വി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വിയുടെ വി എക്സ് കണ്ടുപിടിക്കുക. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് യു വൈ. ദാറ്റ് മീൻസ് നമ്മുടെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് വി ആണെങ്കിൽ യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് അനലറ്റിക് ആയിരിക്കും. അപ്പോൾ യു പ്ലസ് ഐ വി അനലറ്റിക് എന്ന് പറഞ്ഞാൽ കോഷി റെയ്മാൻ ഇക്വേഷൻ യുവും വിയും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പം യുവും ദാറ്റ് മീൻസ് കോഷി റെയ്മാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ വി സപ്പോസ് ദാറ്റ് വി ഇസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു നമ്മൾ സപ്പോസ് ചെയ്തു. ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ യു പ്ലസ് ഐ വി എന്ന് പറയണത് എന്തായിരിക്കണം? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഇസ് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആവണം. അതേമാതിരി വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈ യു ആവണം. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തു വി വൈ ഇസ് ഈക്വൽ ടു യു എക്സ് എന്നുള്ള ഫസ്റ്റ് കേസ്. നമ്മൾ കോഷി റീമാനിലത്തെ ആദ്യത്തെ ഭാഗം എടുത്തു. യു എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 3x² മൈനസ് 3y² ആണ്. സോ അത് എഴുതി. വി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് യു വൈനോടാണ് ഈക്വൽ ആവേണ്ടത്. ദാറ്റ് ഇസ് മൈനസ് ഓഫ് മൈനസ് 6xy പ്ലസ് മൈനസ് 5. ദാറ്റ് ഇസ് 6xy പ്ലസ് 5 ആയിട്ട് വന്നു. ഇനി നമ്മൾ വി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വി വൈ നമ്മൾ കണ്ടുപിടിച്ചതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? 3x² മൈനസ് 3y² നിങ്ങളൊരു നോട്ട് എടുത്തിട്ട് എഴുതുക. എന്താണ്? 3x² മൈനസ് 3y² ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വേണം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. കാരണം വി വൈ ആണിത്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3x² വൈ മൈനസ് 3 ഇൻറ്റു y³ 3 വരും. പ്ലസ് ഒരു ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് വേണ്ടേ? ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ്, കാരണം ഇത് ഇൻഡെഫിനിറ്റാണ്, നമുക്ക് ലിമിറ്റ്സ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് സിക്ക് പകരം നമ്മൾ എച്ച് ഓഫ് എക്സ് എന്നാണ് എഴുതുക. കാരണം എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും കൂടി ഇവിടെ ഉണ്ട്. എക്സും വൈയും 2 വേരിയബിൾസാണ് ഇവിടെ ഉള്ളത്, ഒന്ന് മാത്രമല്ല. ഒറ്റ വേരിയബിളേ ഉള്ളൂ വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് ഒരു സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആക്കി എഴുതും. ഇത് ചിലപ്പോൾ കോൺസ്റ്റൻറ്റ് നമ്പർ ആവാം, അതല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇൻ എക്സ് ആവാം. ഏതൊരു ഫംഗ്ഷൻ ഇൻ എക്സിനെയും വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 0 ആണ് വരിക, അല്ലേ? x² വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോ x² ബൈ ഡോ വൈ
എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. കാരണം എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു വേരിയബിളാണ്. അപ്പോൾ നമ്മളത് കോൺസ്റ്റൻറ്റ് ടേമായിട്ട് കണക്കാക്കുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് വരിക. ഡോ എക്സ് സ്ക്വയർ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് എച്ച് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വന്നു? 3x² മൈനസ്, ഇവിടെ ചെയ്തപ്പോൾ കിട്ടിയതാണ്, മൈനസ് 3യും 3യും ക്യാൻസൽ ആകുമ്പോൾ -y³ പ്ലസ് എച്ച് ഓഫ് എക്സ് വന്നു. ഇതാണ് വി. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 6xy മൈനസ് 0 പ്ലസ് എച്ച് ഡാഷ് ഓഫ് എക്സ്. അതല്ലേ നമുക്കിവിടെ -uy vx ഇസ് ഈക്വൽ ടു ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 6xy പ്ലസ് y എന്ന്. ഇപ്പോൾ 6xy പ്ലസ് എച്ച് ഡാഷ് ആയിട്ട് കിട്ടി. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6xy ക്യാൻസലായി. ദാറ്റ് ഈസ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. എച്ച് ഡാഷ് ഓഫ് എക്സ് 5 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x പ്ലസ് സി മതി. ഇവിടെ സി പറയാൻ കാരണം y നമ്മൾ ഓൾറെഡി നേരത്തെ കൺസിഡർ ചെയ്തു, അതിനെ കളഞ്ഞു നമ്മൾ, എന്നിട്ടാണ് എക്സിലേക്ക് എത്തിയത്. അപ്പോൾ എക്സിലേക്ക് എത്തിയത് കൊണ്ടാണ് വിയുടെ അവിടെ നമ്മൾ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ y ഓൾറെഡി കഴിഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്തു, ഇനി അത് കൺസിഡർ ചെയ്യണ്ട. പിന്നെ എക്സ് വെച്ചു, എക്സിനെ നമ്മൾ കൺസിഡർ ചെയ്തു, ഇനി അതും വേണ്ട. അപ്പോൾ പിന്നെ വരുന്ന ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ മാത്രമായിരിക്കും. സോ 5x പ്ലസ് സി. ഈ എച്ച് ഓഫ് എക്സിനെ വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3x² മൈനസ് y³ പ്ലസ് 5x പ്ലസ് സി ആയിട്ട് മാറും. അപ്പോൾ ഇത് നമ്മൾ എഫിൻ്റെ കൂടെ ഒന്നിച്ച് എഴുതുക. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു, സോ ദിസ് ഇസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ആൻഡ് അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ അനലിറ്റിക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം, ഹാർമോണിക് കോൺജുഗേറ്റ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വണ്ണിൽ എച്ച് ഓഫ് എക്സ്, വിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് ഓഫ് എക്സ് വരും, പിന്നെ നമ്മൾ എച്ച് കണ്ടുപിടിക്കും, എന്നിട്ട് അത് വിയിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലത്തെ വേണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവർ 1-2 പ്രോബ്ലം നോക്കാം, എന്നിട്ട് നിർത്തുക, വേറെ കൂടുതൽ നോക്കണ്ട. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? vy ഇസ് ഈക്വൽ ടു യു എക്സ് എന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി കിട്ടും. അപ്പോൾ വിയുടെ കൂടെ വരുന്ന കോൺസ്റ്റൻറ്റ്, ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് എപ്പോഴും എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതുക, ഫംഗ്ഷൻ ഓഫ് എക്സ്. എന്നിട്ട് കറസ്പോണ്ടിങ്ലി എന്ത് കണ്ടുപിടിക്കുക? വി എക്സ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എച്ച് എന്താ കണ്ടുപിടിക്കുക? വിയിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതെല്ലാം മനസ്സിലായിട്ടുള്ളവർക്ക് ഞാൻ ഇത് ഓൾറെഡി കുറച്ച് പേര് നേരത്തെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ പറയണത്, എപ്പോഴും വൈ തന്നെ ആദ്യം എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വി എക്സിന് കറസ്പോണ്ടിങ് എടുത്തിട്ട് വി വൈയിലേക്കും പോവാം. ഓക്കെ, പക്ഷേ മാക്സിമം എപ്പോഴും വി വൈ തന്നെ എപ്പോഴും എടുക്കാൻ നോക്കുക കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം, ഇവിടെ തന്നെ എടുക്കണമെന്നില്ല. വി എക്സിന് സ്റ്റാർട്ട് ചെയ്തിട്ട് വി കണ്ടുപിടിക്കാം, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വി വൈ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. എച്ച് ഓഫ് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. എച്ച് ഓഫ് വൈ ആണ് വരിക അവിടെ, എച്ച് ഓഫ് വൈ ആണ് അവിടെ വരിക. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയാത്തത്. അത് ആർക്കെങ്കിലും ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മാത്രം ചോദിക്കാം കേട്ടോ, പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി അത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അതേമാതിരി അനലിറ്റിക് ആണോ എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇതൊന്ന് വളരെ കുറച്ചേ വരുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. നമ്മളുടെ വെക്ടർ സ്പേസ് ആണ് വളരെ വലിയ പോർഷൻ, ആ ഭാഗത്തു നിന്നാണ് ശരിക്കും വരിക. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, എക്സാം അല്ലേ. അപ്പോൾ ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാനിത് മാത്രമായിട്ട് എടുത്തു പോകണം. മീൻസ് വേറെ റെക്കോർഡ് ഇടാണ്ടിരിക്കാനുള്ള കാരണം ഇതായിരുന്നു. ഇതിലിത്രേ അറിയാനുള്ളൂ നിങ്ങൾ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.